ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷൈൻ വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കിടിലൻ ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുക, അവസാനം വരെ കണ്ട് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ, എല്ലാം വേസ്റ്റായിട്ട് വന്നിട്ടുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളാണോ ഉള്ളത് അതെല്ലാം നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ ട്രിത് നോക്കാവുന്നതാണ് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളതിലധികവും ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്. ഇപ്പോൾ നമുക്കതൊന്നും ഉപയോഗിക്കാത്തതുമാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഓരോ ടൂൾസുകളായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് കാർഡ്ബോർഡ് പീസുകൾ തലങ്ങും വിലങ്ങും വെട്ടിയിടുന്നതെല്ലാം നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് പെൻസിലുകൾ, ക്രയോൺസ് എല്ലാം അതിൽ വെക്കുന്നുണ്ട്. ഈ ഒരു ക്രയോൺസ് കുറേ നാളായിട്ട് ഉപയോഗിക്കാതെ ഇരുന്നിട്ട് അത് മൊത്തത്തിൽ എന്താ പറയുക, കളറൊന്നും വരണില്ലായിരുന്നു. നമ്മൾ കളർ ചെയ്യുന്ന സമയത്ത് കളറൊന്നും അതിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം അത് ഇങ്ങനെ കുറേ നാളായിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ എന്തെങ്കിലും ഒരു ഐഡിയ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കുറച്ച് ലൈസുകൾ, അതുപോലെ തന്നെ കുറച്ച് സ്റ്റോൺസുകൾ, കുറച്ച് അതുപോലത്തെ സാധനങ്ങളൊക്കെ അതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് മഞ്ചാടി കുരുകളെ കൂടി അതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഫാബ്രിക് പെയിൻറ്റിൻ്റെ ബ്ലാക്ക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. അതിനെ മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിൽ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന പോലെ തന്നെ നമുക്ക് മൊത്തമായിട്ട് ഇങ്ങനെ കവർ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ആദ്യമായിട്ടാണ് ഷൈൻ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ഷൈൻ വീഡിയോസിൽ കുറേ അധികം വീഡിയോസുകളെല്ലാം വരുന്നുണ്ട്. അതിനെ എല്ലാം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്ര മാത്രമേ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. നമ്മുടെ പെയിൻറ്റിങ്ങും മുഴുവനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതിന് ഡബിൾ കോട്ടായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് കോട്ട് അടിച്ച സമയത്ത് അതിന് നിഴലുകളൊക്കെ വരണ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമുക്ക് അതിനെ ഒന്നുകൂടി ഫോക്കസ് ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഗോൾഡൻ കളറിലുള്ള ഒരു കളറ് ഞാൻ അതിലിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൽ ഓരോ ഭാഗത്ത് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഭംഗി ഇങ്ങനെ കൂടി കൂടി വരുന്ന പോലെ എനിക്ക് തോന്നി. നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെയൊന്നുമല്ല, ശരിക്കും ഇതിങ്ങനെ കാണുമ്പോൾ അടിപൊളി ലുക്കാണ് അതിനുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ നമ്മൾ ആ ഒരു ഗോൾഡൻ കളറിന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തപ്പോഴുള്ള ലുക്ക് എന്ന് പറഞ്ഞാൽ കിടിലൻ ലുക്കാണ് മക്കളെ. നിങ്ങളെല്ലാവരും ഒന്ന് നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൊടുക്കണേ. അതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യാം കേട്ടോ.